തൃശൂർ മണ്ണുത്തി നല്ലങ്കരയിൽ പോലീസിനു നേരെ ഗുണ്ടാ ആക്രമണം. മണ്ണുത്തി കൺട്രോൾ റൂം വാഹനവും പോലീസുകാരെയുമാണ് ഇന്ന് രാവിലെ ഗുണ്ടകൾ ആക്രമിച്ചത്. സംഭവത്തിൽ 6 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ലെവിൻ കെ വിജയനാണ് നമുക്കൊപ്പം ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ലെവിൻ, വലിയ വ്യാപകമായ രീതിയിലുള്ള ആക്രമണമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകുന്നത്. അതായത് പല പോലീസ് വാഹനങ്ങൾ തല്ലി തകർത്തിട്ടുണ്ട് അല്ലേ? ആരാണ് ഇതിന് പിന്നിൽ, ലെവിൻ? ബെന്നിൽ, ഇന്നലെ രാത്രിയാണ് സംഭവം നടക്കുന്നത്. 3 പോലീസ് വാഹനങ്ങൾ ഗുണ്ടാ സംഘങ്ങളും ലഹരി ഉപയോഗിച്ച യുവാക്കളും ചേർന്ന് തല്ലിപ്പൊളിച്ചു പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മണ്ണുത്തി തൃശൂർ സിറ്റി പോലീസിൻ്റെ കൺട്രോൾ റൂം വാഹനവും അതോടൊപ്പം തന്നെ 2 കൺട്രോൾ റൂം വാഹനങ്ങളും മണ്ണുത്തി പോലീസിൻ്റെ പോലീസ് ജീപ്പുമാണ് ഗുണ്ടകൾ ചേർന്ന് അടിച്ചു തകർത്തത് എന്നുള്ളതാണ് ലഭ്യമായിരിക്കുന്ന വിവരം. മണ്ണുത്തി SI അടക്കമുള്ള 4 പോലീസുകാർക്കും ഈ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. മണ്ണുത്തി നല്ലങ്കരയിൽ വൈലോപ്പള്ളി നഗറിലാണ് ഈ സംഭവം നടക്കുന്നത്. വൈലോപ്പള്ളി നഗറിലെ താമസക്കാരായ ഒരു വീട്ടിൽ വെച്ച് അൽത്താഫ്, അഹദ് എന്നീ 2 ആളുകൾ താമസിച്ചിരുന്ന വീട്ടിൽ വെച്ച് ഒരു സംഘം ആളുകൾ ചേർന്ന് ലഹരി പാർട്ടി നടത്തുകയും അവിടെ വെച്ച് ഈ അൽത്താഫും അഹദും തിരിച്ച് ഒരു ബർത്ത്ഡേ പാർട്ടിയാണ് നടന്നത്. ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകളും കൊലക്കേസ് പ്രതികളുമായിട്ടുള്ള ഇവരുടെ സുഹൃത്തുക്കളടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയായിരുന്നു. എത്തിയതിനു ശേഷം ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാകും. ഈ പാർട്ടിക്കിടയിൽ വാക്കുതർക്കമുണ്ടാകുകയും അടിപിടിയിലേക്ക് അത് കലാശിക്കുകയും ചെയ്തു. ഈ അൽത്താഫും അഹദും ഇവരുടെ 2 പേരുടെയും വീട്ടിലേക്ക് തിരികെ മടങ്ങി ഇവരുടെ വീട്ടിൽ അമ്മയായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മയോട് ഇവർ ബഹളം വയ്ക്കുകയും ബഹളം വെച്ചതിന് ശേഷം അമ്മ തന്നെ പോലീസ് കൺട്രോൾ റൂമിൽ, അമ്മയാണ് ഇവരുടെ പോലീസ് കൺട്രോൾ റൂമിൽ വിളിക്കുന്നത്. 112 നമ്പറിൽ വിളിച്ച് പോലീസുകാരെ മക്കൾ ഇവിടെ കിടന്ന് ലഹരി ഉപയോഗിച്ച് ബഹളമുണ്ടാക്കുന്നുവെന്ന് വിവരം അറിയിക്കുകയുമായിരുന്നു. ഇതിനെ തുടർന്ന് ആദ്യം കൺട്രോൾ റൂം വാഹനമാണ് എത്തുന്നത്. അപ്പോൾ ഈ 2 പേരും അൽത്താഫും അഹദും പോലീസ് ഇവരെ നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അതിന് തയ്യാറായില്ല. ഇതിനെ തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇവർ എതിർക്കുകയും കൂടുതൽ പോലീസുകാർ ഇവിടേക്ക് കൺട്രോൾ റൂമിൽ വന്ന ഉദ്യോഗസ്ഥർ വിളിച്ചു വരുത്തുകയും കൂടുതൽ പോലീസ് സേനാംഗങ്ങൾ ഇവിടേക്ക് എത്തുകയുമായിരുന്നു. ഈ പോലീസ് സേനാംഗങ്ങൾ എത്തിയതിന് പിന്നാലെ യുവാക്കളുടെ സുഹൃത്തുക്കളായ ഗുണ്ടാ സംഘാംഗങ്ങൾ ചേർന്ന് പോലീസുകാരെ ആക്രമിക്കുകയായിരുന്നു. 2 കൊലക്കേസുകളിൽ, തൃശ്ശൂരിൽ തന്നെ നടന്നിട്ടുള്ള 2 കൊലക്കേസുകളിൽ പ്രതിയായിട്ടുള്ള ബ്രഹ്മജിത്ത് എന്ന ഗുണ്ടയടക്കമുള്ള ആളുകൾ, കാപ്പ കേസ് പ്രതി അടക്കമുള്ള ആളുകൾ ചേർന്നാണ് പോലീസുകാരെ അതിക്രൂരമായി മർദ്ദിച്ചത്. ഇതിനോടകം തന്നെ 4 പോലീസുകാർക്ക്, SI അടക്കമുള്ള 4 പോലീസുകാർക്ക് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. ഉദ്യോഗസ്ഥരെ നിലത്തിട്ട് ചവിട്ടുകയും മുഖത്തെ പല്ലടിച്ച് തെറിപ്പിക്കുകയും അടക്കം ചെയ്തിരുന്നു. ഈ സംഭവങ്ങൾക്ക് പിന്നിലുള്ള കാരണം, ഈ പിന്നിൽ കാണുന്ന വീടാണ് അൽത്താഫിൻ്റെയും അഖദിൻ്റെയും വീട്. ഇവരുടെ മാതാവാണ് ഇവിടെ താമസിക്കുന്നത്. ഇവർ ലഹരി ഉപയോഗിച്ചതിന് ശേഷം ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് അമ്മയോട് ബഹളം വെക്കുകയും അമ്മയോട് ബഹളം വെച്ചതിന് ശേഷം അമ്മ തന്നെ പോലീസുകാരെ, ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഇവരെ കസ്റ്റഡി എടുക്കണം, അല്ലെങ്കിൽ അമ്മയെ ഇവർ ആക്രമിക്കുമെന്ന് അവരാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിക്കുന്നത്. ആ സമയത്തായിരുന്നു ആ വീട്ടിൽ വന്ന അവരുടെ അമ്മ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇപ്പോൾ ഈ സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. പോലീസിന് നേരെ ഗുണ്ടാ ആക്രമണം എന്ന് പറയുമ്പോൾ അതൊരു ഒറ്റപ്പെട്ട ആക്രമണം അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗുരുതരമായിട്ടുള്ളൊരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട്. പ്രേക്ഷകർക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനാകും. 1 അല്ല 2 അല്ല 3 പോലീസ് വാഹനങ്ങൾ അടിച്ച് തകർത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. സംസ്ഥാനത്തെ ലഹരി സംഘങ്ങൾ എത്രത്തോളം പോലീസിന് നേരെ, നിയമപാലകർക്ക് നേരെ പോലും എങ്ങനെയാണ് അവരുടെ ഉരുക്കുമുഷ്ടി പ്രയോഗിക്കുന്നത് എന്നുള്ളതിൻ്റെ നേർചിത്രമാണ്. മാതൃകാപരമായ ശിക്ഷ നൽകേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ പോലീസ് സേനയ്ക്ക് ആകെ തന്നെ അവരുടെ ആത്മാഭിമാനത്തിനും മുകളിൽ പോറലേൽപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് പോകരുത്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്.